തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്തുള്ള വെള്ളാറക്കാട് സ്ഥിതി ചെയ്യുന്ന കോടനാട്ട് മനയാണ് ഈ കാണുന്നത്. 160 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ചരിത്ര പ്രസിദ്ധമായ പരമ്പരാഗത കേരളീയ നാലുകെട്ടാണ് ഈ മന. പറയിപ്പറ്റ പന്തിരുകുലത്തിലെ അഗ്നിഹോത്രി പാരമ്പര്യവുമായി ബന്ധമുള്ള ഈ മന കേരളീയ വാസ്തുവിദ്യയുടെയും പ്രതാപത്തിൻ്റെയും പ്രൗഢമായ പ്രതീകമായി ഇന്നും നിലകൊള്ളുന്നു. 3 നിലകളിലായി ഏകദേശം 4000 ചതുരശ്രയടി വിസ്തീർണമുള്ള ഈ മനയിൽ 32 മുറികളുണ്ട്. തെക്കിനി, വടക്കിനി, കിഴക്കിനി, പടിഞ്ഞാറ്റി എന്നിവ ചേർന്ന നാലുകെട്ടും വിസ്തൃതമായ ഒരു പൂമുഖവും ഇവിടെ കാണാം. മച്ചാട് മലനിരകളിൽ നിന്നുള്ള ലക്ഷണമൊത്ത തേക്കുമരങ്ങൾ ഉപയോഗിച്ചാണ് ഇതിൻ്റെ തട്ടും മേൽക്കൂരയും നിർമ്മിച്ചിരിക്കുന്നത്. തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലാണ് ഇത്തരം പഴയ മനകൾ ഏറെയും കാണാറുള്ളത്. മനയുടെ ഉൾവശത്തെ മനോഹാരിത ഏറെ എടുത്തു പറയേണ്ട കാര്യമാണ്. പഴമയുടെ എല്ലാ സൗന്ദര്യവും അവിടെ കാണാൻ കഴിഞ്ഞു. 4 കെട്ടുകളിൽ ഒരു നടുമുറ്റവും 8 കെട്ടുകളിൽ 2 നടുമുറ്റവും കാണും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പരമ്പരാഗതമായി കേരളീയ വാസ്തുവിദ്യയുടെ 4 കെട്ടുകളുടെയും 8 കെട്ടുകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ് ആ വീടിൻ്റെ മധ്യഭാഗത്തായി ആകാശത്തേക്ക് തുറന്നു കിടക്കുന്ന ചതുരാകൃതിയിലുള്ള നടുമുറ്റം. വീടിനുള്ളിലെ പ്രകൃതിദത്തമായ വെളിച്ചവും ശുദ്ധവായുവും നിരന്തരം എത്തിക്കുന്നത് നടുമുറ്റമാണ്. ഇത് വീടിനുള്ളിലെ താപനില എപ്പോഴും കുറച്ചു നിർത്താൻ സഹായിക്കുന്നു. വേനൽക്കാലത്താണ് ഇത്തരം നടുമുറ്റങ്ങളുടെ തണുപ്പും സംരക്ഷണവും നമ്മൾ തിരിച്ചറിയുക. നടുമുറ്റത്തിൻ്റെ നടുവിലായി ഒരു തുളസിത്തറയും ചിലയിടത്ത് മുല്ലവള്ളികളും കാണാം. നടുമുറ്റത്ത് വീഴുന്ന മഴവെള്ളം പ്രത്യേക ഓവുകളിലൂടെ പുറത്തേക്ക് ഒഴുക്കിക്കളയുവാനുള്ള സംവിധാനവും പണ്ടുകാലത്തുണ്ടായിരുന്നു. കേരളത്തിലെ പരമ്പരാഗത മനകളും പ്രകൃതിയും തമ്മിൽ വേർപിരിക്കാനാവാത്ത അത്രയും ആഴമേറിയ ബന്ധമുണ്ട്. പ്രകൃതിയുമായി പൂർണ്ണമായി ഇണങ്ങി ജീവിക്കാൻ തക്കവണ്ണമാണ് പണ്ടുകാലത്ത് മനകളും നാലുകെട്ടുകളും രൂപകൽപ്പന ചെയ്തിരുന്നത്. മിക്ക മനകളിലും കുളങ്ങളും സർപ്പക്കാവുകളും കാണും. കുളങ്ങൾ 1, 2, 3 ഉള്ള വലിയ മനകളും പണ്ട് ഉണ്ടായിരുന്നു. നന്ദി, നമസ്കാരം.